നമ്മുടെ തമ്പുരാനോ പുരുളി ഏരുവള്ളപ്പമുണ്ട്. നമ്മുടെ തമ്പുരാനോ പുരുളി ഏരുവള്ളപ്പമുണ്ട്. സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഗോത്രകലകൾക്ക് സ്ഥാനം ലഭിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള വരേണ്യമായ കലകളിൽ നിന്നും ഏറെ വ്യത്യാസമുള്ള പ്രതിരോധത്തിൻ്റെ കീഴാളൻ്റെയൊക്കെ പ്രതിരോധത്തിൻ്റെ കലകൾക്ക് കൂടി കലോത്സവ വേദിയിൽ ഇടം കിട്ടുക എന്നത് വിപ്ലവകരമായ ഒരു മാറ്റമാണ്. മംഗലങ്ങളിയിലൊക്കെയുള്ള പാട്ടുകൾ എള്ളുള്ളേരി തുടങ്ങിയ പാട്ടുകളൊക്കെ പ്രതിരോധത്തിൻ്റെ പാട്ടുകളാണ്. അതിലുള്ളത് ഏറ്റവും അധസ്ഥിതരായ വിഭാഗത്തിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളും യാതനകളും പ്രതിരോധവും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കലാരൂപങ്ങളിലുള്ളത്. നമ്മുടെ കലോത്സവ വേദികളിൽ വരേണ്യമായ കലകൾ പലപ്പോഴും ഇടം നേടുമ്പോൾ പുറത്തായിപ്പോയ ഇത്രയും കാലമായിട്ട് കലോത്സവ വേദികളിൽ നിന്ന് പുറത്തായിപ്പോയ ബഹിഷ്കൃതമായിട്ടുള്ള കലകൾക്ക് കൂടി സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വിപ്ലവകരമായ മാറ്റമെന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ വേദി പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ഈ സദസ്സ് തെളിയിക്കുന്നത്. മറ്റുള്ള സംഘനൃത്തം പോലെയുള്ള കലാരൂപങ്ങൾക്ക് ധാരാളം ആളുകൾ കിട്ടുമ്പോൾ അതുപോലെ തന്നെ വലിയ ജനസാന്നിധ്യത്തിലാണ് ഈ ഗാന്ധി പാർക്കിൽ ഗോത്രകലകൾ അരങ്ങേറുന്നത്. മംഗലം കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് പണിയ നൃത്തമാണ്. പണിയ നൃത്തം, ഇരുള നൃത്തം, മലപ്പുലയാട്ടം തുടങ്ങിയ ഗോത്രകലകൾ ആരും കണ്ടിട്ടില്ലാത്ത എല്ലാ പൊതുമേഖലകളിൽ നിന്നും പൊതുവായിട്ട് മുഖ്യധാരയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുള്ള കലകൾക്ക്, ബഹിഷ്കൃതമായ കലകൾക്ക് സ്ഥാനം കിട്ടുന്നു എന്നത് തന്നെയാണ് ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയും. ശരിക്കും വേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ അറിയാത്ത, അതായത് നമ്മളെപ്പറ്റി അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മളെ കലകൾ, നമ്മളെന്താന്ന്, നമ്മളെ ജീവിത കാര്യങ്ങൾ എങ്ങനെയാണ്, ഇത്ര അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അത് പുറത്തേക്ക് വരുമ്പോൾ ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ സ്റ്റേജിൽ, അതായത് ഒരു സ്കൂൾ കലോത്സവത്തിൽ തന്നെ വരുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഗോത്രവർഗ്ഗക്കാരെ ഒരു ആചാരം കൂടിയാണ് ഈ സാധനം, ഈ കളി വരുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനങ്ങൾ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ, പൊതുവായിട്ട് വരുമ്പോൾ നല്ല കാര്യമാണ്. കാരണം ഇത് അറിയേണ്ട ഒരു കാര്യങ്ങളാണ്. ഐതിഹ്യം എന്ന് പറയുമ്പോൾ ഇത് ഒരു പുങ്ങമംഗലം, മംഗലം എന്ന് പറയുക കാസർഗോഡ് ഭാഷയിൽ കല്യാണം, ആ സാധനമാണ് മംഗലം. അപ്പോൾ ആ ഇതിൽ കളിക്കുന്ന ഒരു കളിയാണ്. രാത്രി വൈകുന്നേരമാകുമ്പോൾ കളിക്കും. അത് രാവിലെ വരെ ഉണ്ടാവും. അതിന് ഓരോ പാട്ടുകളുണ്ട്. ഇപ്പോൾ കാസർഗോഡ് തന്നെ മാവില, മലവെട്ട് വിഭാഗക്കാരുണ്ട്. അതിൽ രണ്ട് രീതിയിലെ പാട്ടും വേറെയാണ്, കൊട്ടും വേറെയാണ്. മാവില വിഭാഗത്തിലുള്ളത് വേറെ കൊട്ടായിരിക്കും, മലവെട്ട് വിഭാഗത്തിൽ വേറെ കൊട്ടായിരിക്കും. പാട്ടും അതേ രീതിയിലാണ്. സംസ്കാരം എല്ലാം, ചടങ്ങെല്ലാം വേറെ വേറെ രീതിയിലാണ്. പിന്നെ ഇപ്പോൾ ഇതിൽ ഭ്രമണക്കോല് വെക്കുന്നുണ്ട്. അതിന് ചങ്ങാതിക്കോൽ എന്നും കൂടി പറയുന്നുണ്ട്. അത് നടുക്ക് വെക്കുന്നത് ഭ്രമണക്കോൽ എന്നാണ് അതിൻ്റെ പേര്, ഭ്രമണക്കോൽ. ഇത് ഒരു മൂന്നാമനുണ്ടാവും. അതിന് വേണ്ടിയിട്ട് അർപ്പിക്കുന്ന ഒരു കാര്യം കൂടി, അങ്ങനെയാണ് എനിക്കറിവ് കിട്ടിയിട്ടുള്ളത്. മൂന്നാമന് ഇപ്പോൾ നമ്മൾ ഒരു സ്വർണം കൊടുക്കുന്ന രീതി, അതുപോലെയാണ് ഈ ഭ്രമണക്കോലാടെ വെക്കുന്നത്. അത് ചടങ്ങുണ്ട്, അത് കൊത്തി മാറ്റുന്നത്, അങ്ങനെ കുറേ ചടങ്ങുണ്ട്. ചടങ്ങുകൾ കൂടിയാണ് ഈ സാധനം നടത്തുന്നത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിജു അഴീക്കോടിനൊപ്പം നിശാന്ത്.